ഏവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലെ മഴയൊക്കെ? കാലവർഷം തുടങ്ങിയപ്പോൾ തന്നെ വേണ്ടത്ര കണക്കിന് കിട്ടുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അസാധാരണമായ മഴയാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും കാലവർഷക്കെടുതിയെ പറ്റി പറയാനല്ല, ഞാനിന്ന് നമ്മളുടെ മാനുഷിക ബന്ധങ്ങളെക്കുറിച്ച് പറയാനാണ്. അതായത്, നിങ്ങൾ കേട്ടിരിക്കും, ഒരു കുടുംബ സുഹൃത്തിനേക്കാൾ പ്രിയപ്പെട്ടത് എപ്പോഴും ഒരു ആത്മസുഹൃത്തുക്കളായിരിക്കും. കുടുംബ സുഹൃത്തുക്കൾ ഒരുപാടുണ്ടാകും, അതല്ലാതെയുള്ള സുഹൃത്തുക്കൾ ഒരുപാടുണ്ടാകും. പക്ഷേ എന്നാൽ എത്ര പിണങ്ങിയാലും എത്ര വേദനിപ്പിച്ചാലും നമ്മെ വിട്ടു പോകാത്ത ചില ബന്ധങ്ങളുണ്ട്. അത് ആത്മബന്ധങ്ങൾ മാത്രമായിരിക്കും. അതുപോലെ നമുക്കൊരു ആവശ്യം വന്നാലോ, ഈ സുഹൃത്തുക്കളെ എത്ര വേദനിപ്പിച്ചാലും സത്യം പറഞ്ഞാൽ അവരെ നമുക്ക് ഈ കുടുംബ സുഹൃത്തുക്കൾ ആരും കാണില്ല. ആത്മസുഹൃത്തുക്കൾ എന്ന രീതിയിൽ നാം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്നെത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലേ ഈ സമയത്ത് നമ്മളോടൊപ്പം നിൽക്കാനായിട്ട് ഈ ആത്മസുഹൃത്തെ ഉണ്ടാവൂ എന്നുള്ളതാണ്. കുടുംബ സുഹൃത്തുക്കൾ ആഘോഷവേളകൾ അലങ്കരിക്കുവാനായിട്ട് അവരുണ്ടാകും. ഒരുപക്ഷെ അവിടെ ആത്മസുഹൃത്തിന് സ്ഥാനം ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴേക്കും, ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോഴേക്കും അത് മനസ്സിലാക്കി ഇവരോടൊപ്പം ചേരുവാനായിട്ട് ഈ കുടുംബ സുഹൃത്തിന് കഴിയില്ല, മറിച്ചോ ആത്മസുഹൃത്തിന് കഴിയുകയും ചെയ്യും. അതാണ് സൗഹൃദങ്ങളിലുള്ള ആ ഒരു വ്യത്യാസം. അപ്പോൾ ആയതുകൊണ്ട് തന്നെ, പക്ഷേ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ കുടുംബ സുഹൃത്തിനെ ആയിരിക്കും എപ്പോഴും കൂടെ കൂട്ടുവാനായിട്ട് താല്പര്യം. എന്നാൽ ആത്മസുഹൃത്തുക്കളായി നിൽക്കുന്നവരെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റാറുണ്ടോ? ഒന്ന് ചിന്തിക്ക്. ശരിയല്ലേ? കുടുംബ സുഹൃത്തുക്കളെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഏതൊരു ഫംഗ്ഷൻ വന്നാലും അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്ക് ഓശാന പാടിക്കൊണ്ട് അവരെ കൂടെ കൊണ്ടുപോകും. എന്നാൽ ഒരു ആത്മസുഹൃത്തിനെ തിരിച്ചറിയുവാനോ അവരുടെ വില മനസ്സിലാക്കാനോ നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? ഒന്ന് സ്വയം ആത്മപരിശോധന ചെയ്ത് നോക്ക്. ഏറ്റവും വലിയ തെറ്റല്ലേ അത്? അവരെ തിരിച്ചറിയേണ്ടതല്ലേ? അപ്പോൾ ആത്മസുഹൃത്തിനെ അവരുടെ വില എന്തെന്ന് നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നിങ്ങൾ സഹായിക്കാൻ ആരാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അവരോട് പെരുമാറുവാനായിട്ട് ശ്രദ്ധിക്കുക. ആത്മസുഹൃത്തിൻ്റെ വില തിരിച്ചറിയുന്നത് നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ മാത്രമാണ് എന്നുള്ളതല്ലേ? അപ്പോൾ അതുകൊണ്ട് കുടുംബ സുഹൃത്തുക്കളും ആത്മസുഹൃത്തുക്കളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇടപെടുന്ന സൗഹൃദ വലയങ്ങളിലൂടെ കടന്നു പോകാൻ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം. പുതുതായിട്ട് വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാ, വേണ്ട പോലെ സപ്പോർട്ട് ചെയ്തോളൂല്ലോ. ഓക്കേ, താങ്ക് യു സോ മച്ച്.